പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ മൈസൂരിലാണ്. നമ്മൾ കൂർഗിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന ദേശീയപാതയിൽ കൂടിയാണ് പോകുന്നത്. റോഡിന് ഇരുവശത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ കണ്ണിന് ഒരു കുളിർമയുള്ള കാഴ്ച തന്നെയാണ്. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. പോകുന്നതിനിടയിൽ ടോൾ പിരിവുണ്ട്. ടോളിനായി നമുക്ക് 100 രൂപയാണ് ചിലവ് വന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് കുതിച്ചു. നമ്മൾ വൃന്ദാവൻ ഗാർഡൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വൃന്ദാവൻ ഗാർഡൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നതിൻ്റെ മീറ്ററുകൾക്ക് തൊട്ടടുത്തായി ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ പറ്റും. ചെറിയ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ അവിടെ ഉണ്ട്. അത്യാവശ്യം കുറഞ്ഞ രീതിയിലൊക്കെ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് വൃന്ദാവൻ ഗാർഡനിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ വൈകുന്നേരത്തെ മനോഹര ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും രാത്രി കണ്ട കാഴ്ചകൾ അതിലേറെ മനോഹരമായിരുന്നു. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൈസൂരിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൂന്തോട്ടമാണ് വൃന്ദാവൻ ഗാർഡൻ. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കൃഷ്ണസാഗ അണക്കെട്ടിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1927 നിർമ്മാണം ആരംഭിച്ച ഈ ഉദ്യാനം 1932 പൂർത്തീകരിച്ചു. പ്രതിവർഷം 2 ദശലക്ഷം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഈ ഉദ്യാനം ശ്രീരംഗപട്ടണത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മൈസൂരിലെ ദിവാൻ സർ മിശ്രയാണ് ഈ പൂന്തോട്ടം നിർമ്മിച്ചത്. കർണാടക സർക്കാർ നിയന്ത്രണത്തിലുള്ള കാവേരി ഇറിഗേഷൻ കോർപ്പറേഷനാണ് ഈ ഉദ്യാനം പരിപാലിക്കുന്നത്. ഇത് 60 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നു. ടോപ്പിയറി വർക്കുകൾ സൃഷ്ടിക്കപ്പെടുന്ന മൃഗങ്ങളുടെ ശില്പങ്ങൾ, പെർഗോളസ്, ഗസീബോസ് എന്നിവയും പൂന്തോട്ടത്തിലുണ്ട്. പാട്ടുകളുടെ സംഗീതവുമായി സമന്വയിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടൻ ആണ് പാർക്കിന്റെ പ്രധാന ആകർഷണം. സന്ദർശകർക്ക് ബോട്ടിംഗ് സൗകര്യമുള്ള ഒരു തടാകവും പൂന്തോട്ടത്തിലുണ്ട്.
യാത്രയും മനോഹരം ഉള്ളതാണെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാകും. യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഓരോ യാത്രയും നമ്മളെ ചാനൽ കണ്ടു തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ നമ്മൾ താൽക്കാലികമായി ഇവിടെ പറയുന്നു, മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം മുഹമ്മദും ശരത്തും. ബായ്.